أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. ليدخل المؤمنين والمؤمنات جنات تجري من تحتها الأنهار خالدين فيها ويكفر عنهم سيئاتهم وكان ذلك عند الله فوزا عظيما. നമുക്കെല്ലാവർക്കും ആദരണീയായ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ അവർകളെ, നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാളി ശൈഖുന പ്രൊഫസർ ആലിക്കുട്ടി ഉസ്താദ് അവർകളെ, മറ്റു വേദിയിലുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, വിശിഷ്ട വ്യക്തികളെ, കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം, കാസർഗോഡ് CH സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. കാസർഗോഡ് CH സെന്റർ രൂപീകരിച്ച് കേവലം ഒരു വർഷം പൂർത്തിയാക്കുന്നതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി സാധിച്ചു എന്ന സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാസർഗോഡ് CH സെന്റർ രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ കോവിഡ് കാലത്താണ് CH സെന്ററിന്റെ രൂപീകരണം നടന്നത്. കോവിഡ് കാലത്ത് CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ സർക്കാർ ഭക്ഷണം കൊടുക്കാത്ത ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് കാസർഗോഡ് ജില്ലയിലെ മെഡിക്കൽ കോളേജിലും കാസർഗോഡ് ജനറൽ ആശുപത്രിയിലും കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിലും ഒക്കെ CH സെന്ററിന്റെ സ്പർശനം, CH സെന്ററിന്റെ സഹായം അവിടെ എത്തിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ആളുകളൊക്കെ, ഒരുപാട് ആളുകൾ മരിക്കുമ്പോൾ ആ മരിച്ച മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യുക എന്നത് നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ളതും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വലിയൊരു കാര്യമാണ്. ആ ഒരു കർമ്മം ഏറ്റെടുത്തുകൊണ്ട് ഇവിടുത്തെ വൈറ്റ് ഗാർഡിന്റെ നേതൃത്വത്തിൽ ഒരുപാട് മയ്യത്ത് പരിപാലനം നടത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനടുത്ത് 19 സെന്റ് സ്ഥലവും ഒരു വീടും 50 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ വീടും സ്ഥലവും വാങ്ങി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഈ ജില്ലയിലെ പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ആംബുലൻസ് സേവനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ
ഇവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, സാധാരണ വൈറ്റ് ഗാർഡിനെ പറയുമ്പോൾ ഇവിടെ ഫോട്ടോ വരാൻ വേണ്ടിയുള്ള പ്രവർത്തനമല്ല വൈറ്റ് ഗാർഡ് ചെയ്യുന്നത്. വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തനം മയ്യത്ത് പരിപാലനം എന്ന് പറയുമ്പോൾ സാധാരണ മയ്യത്ത് കൊണ്ടുപോയി മറവ് ചെയ്യുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മയ്യത്ത് ഖബറിൽ വെക്കുക എന്ന ദൗത്യമല്ല വൈറ്റ് ഗാർഡ് നിർവഹിക്കുന്നത്. അതിൻ്റെ മീസാൻ കല്ല് വരെ കുത്തി എല്ലാ പണികളും പൂർത്തീകരിച്ച് ആ വീട്ടുകാർക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് എത്രയോ രാത്രിയും പകലും അവർ ഈ സമുദായത്തിനു വേണ്ടി പണിയെടുക്കുന്ന വൈറ്റ് ഗാർഡിനെ CH സെന്ററിന് വേണ്ടി പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അതിന് നേതൃത്വം കൊടുക്കുന്ന വൈറ്റ് ഗാർഡിൻ്റെ ജില്ലാ ക്യാപ്റ്റനെയും അതുപോലെ തന്നെ മണ്ഡലം ക്യാപ്റ്റനെയും അതിൻ്റെ കോർഡിനേറ്റർ അഷ്റഫിനെയും ഈ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയെയും പ്രത്യേകം മണ്ഡലം കമ്മിറ്റികളെയും അതാത് പഞ്ചായത്ത് കമ്മിറ്റിയെയും ഈ സന്ദർഭത്തിൽ CH സെന്ററിന് വേണ്ടി അവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ കാസർഗോഡ് CH സെന്ററിൽ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ യഹിയ തളങ്കര അദ്ദേഹത്തിൻ്റെ കെട്ടിടം സൗജന്യമായി വിട്ടു നൽകി CH സെന്ററിൻ്റെ ഓഫീസിന് വേണ്ടി. അദ്ദേഹം ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ സാധ്യമല്ല, അദ്ദേഹം വിദേശത്താണ്. അദ്ദേഹം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ CH സെന്ററിന് വേണ്ടി സ്വമേധയാ കെട്ടിടം വിട്ടു നൽകിയും സമ്പത്ത് നൽകിയും CH സെന്ററിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ CH സെന്റർ ഇപ്പോൾ ഇവിടെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് സ്നേഹ വീട് എന്ന് പറയുന്ന ഒരു അഭയ കേന്ദ്രമാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സംരക്ഷിക്കാൻ ആരാരുമില്ലാതെ പീഡികത്തെണ്ണയിലും അതുപോലെ തന്നെ റോഡരികിലും കഴിയുന്ന എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മൾ കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാസർഗോഡ് നിന്ന് കാഞ്ഞങ്ങാട്ടേക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ പീഡികത്തെണ്ണയിൽ കിടന്നിറങ്ങുന്ന ആളുകളെ നമുക്ക് കാണാറുണ്ട്. അവരെ ജാതകം നമ്മൾ അന്വേഷിക്കാറില്ല, അവരെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കാറില്ല. അങ്ങനെയുള്ള ആളുകൾ അന്തി ഉറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകൾ പല അഗതി കേന്ദ്രങ്ങളിലും താമസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. കാസർഗോഡിനെ സംബന്ധിച്ചോളം നമുക്കൊരു അങ്ങനെയുള്ളൊരു കേന്ദ്രം ആവശ്യമുണ്ട് എന്ന ഒരു ആശയം ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖജാൻജി എന്നെ അബൂബക്കർ സാഹിബ് കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കുകയും കമ്മിറ്റി മാനേജിംഗ് കമ്മിറ്റി അത് അംഗീകരിക്കുകയും അത് എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്ന് തീരുമാനമെടുക്കുകയും താൽക്കാലികമായി നമ്മുടെ ഈ നൂറുൽ ഇസ്ലാം യതീംഖാന കോമ്പൗണ്ടിൽ ഈ കെട്ടിടം വാടകയ്ക്ക് വാങ്ങി. ഇതിനു മുമ്പ് ഒരു സന്നദ്ധ സംഘടനയായ തണൽ ഈ കെട്ടിടം വാടകയ്ക്ക് വാങ്ങിയിട്ട് അവർ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷ നൽകി. കാസർഗോഡ് ജില്ലാ ഭരണകൂടം അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. അവർക്കത് തുടങ്ങാൻ പറ്റിയില്ല. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് കാസർഗോഡ് CH സെന്ററിന് അത് തുടങ്ങാൻ വേണ്ടി സാധിച്ചു. അൽഹംദുലില്ലാ, മഹാനായ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ വേണ്ടി സാധിച്ചു. ഞങ്ങൾ ഒരു കാര്യം CH സെന്ററിന് വേണ്ടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ഗേഹത്തിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്നത് പോലെ പ്രായമുള്ള ആളുകളെ കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമല്ല. ആ ഒരു ചിന്താഗതി ഒരിക്കലും നമുക്ക് ശരിയല്ല. മറിച്ച് സംരക്ഷിക്കാൻ ആരാരുമില്ലാത്ത, ഒരു ഗതിയുമില്ലാത്ത റോഡരികിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും കഴിയുന്ന ആളുകൾക്കൊരു ആശ്വാസ കേന്ദ്രമാണ്, ഒരു സ്നേഹഭവനമാണ് ഈ സ്നേഹ വീട്. ഈ സ്നേഹ വീട് ഇവിടുത്തെ ഈ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ CH സെന്ററിൻ്റെ ഭാവി പരിപാടികളെ കുറിച്ച് ബഹുമാന്യനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ CH സെന്ററിൻ്റെ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ് അദ്ദേഹം ഇവിടെ ഭാവി പരിപാടികളെ കുറിച്ച് തീർച്ചയായിട്ടും ഇവിടെ സംസാരിക്കും. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കാസർഗോഡ് എന്ന് പറയുന്നത് ഒരുപാട് സമ്പന്നന്മാരുള്ള നാടാണ്.
നമുക്ക് മൺമറഞ്ഞുപോയ നേതാക്കന്മാർ, നമുക്കറിയാം മർഹൂം KS അബ്ദുല്ല സാഹിബ് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മനുഷ്യ സ്നേഹിയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നല്ലൊരു അംശവും ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ച KS അബ്ദുല്ല സാഹിബിനെ പോലെയുള്ള ആളുകൾ. അതുപോലെ തന്നെ മെട്രോ മുഹമ്മദ് ഹാജി സാഹിബ് അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവനും സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും വേണ്ടി ചെലവഴിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ജീവിച്ച മഹാൻ. അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ PB അബ്ദുൾ റസാഖ് സാഹിബ്, അദ്ദേഹം ഒരുപാട് സമ്പത്തുകൾ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അദ്ദേഹം മരിച്ച സമയത്ത് ഒരു കാര്യം ഇന്ന് ഞാൻ ഓർത്തുപോവുകയാണ്. മരിച്ച് മയ്യത്ത് കടത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഒരു സൈഡിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ സ്ത്രീകൾ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലൊരു പരിചയമുള്ള സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞത്, ഞങ്ങളുടെ ഉപ്പ മരിച്ചുപോയി, ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും മരിച്ചു, പക്ഷെ ഇപ്പോൾ ഞങ്ങളുടെ യഥാർത്ഥ ഉപ്പാവും ഇപ്പോൾ മരിച്ചിരിക്കുകയാണ്. അറിഞ്ഞു നോക്കുമ്പോൾ ആ ആളുകളുടെയൊക്കെ വീടിൻ്റെ വാടകയും മാസത്തിലെ അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും എത്തിച്ചു കൊണ്ടിരുന്നത് ഈ റദ്ദുച്ച എന്ന് പറയുന്ന ഈ മനുഷ്യ സ്നേഹിയായിരുന്നു. അങ്ങനെ എത്രയോ ആളുകൾ ഇവിടെ ഇരിക്കുന്ന CH സെന്ററിന്റെ ഭാരവാഹികൾ, ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ്, വർക്കിംഗ് ചെയർമാൻ അബ്ദുൽ കരീം സിറ്റി ഗോൾഡ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഖജാൻജി NA അബൂബക്കർ സാഹിബ്, ഒരുപാട് ആളുകൾ സദസ്സിലുണ്ട്. അവരൊക്കെ മനുഷ്യ സ്നേഹത്തിൻ്റെ കണികകൾ പറ്റാത്ത ആളുകളാണ്. ആ ഒരു കൂട്ടായ്മയാണ് CH സെന്റർ ആഗ്രഹിക്കുന്നത്. ഒരുപാട് ആളുകൾ ഞങ്ങളുടെ അടുക്കൽ വന്ന് ഇതിൻ്റെ ഫൗണ്ടർ മെമ്പർ ആവണം, ലൈഫ് മെമ്പർ ആവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 2 ലക്ഷം രൂപ കൊണ്ടുവന്ന് തന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയൊരു പ്രസ്ഥാനമായി ഈ ജില്ലയിൽ ആവശ്യമുള്ള പാവപ്പെട്ട രോഗികൾക്ക് ആവശ്യമുള്ള ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി, ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ ഇവിടെ അത് പറയുന്നത് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയിൽ എൻഡോസൾഫാൻ രോഗികളുള്ള ഒരു ജില്ലയാണ്. 6676 വിക്ടിംസ് ഉള്ള ഒരു ജില്ലയാണ് ഈ ജില്ലയിൽ. അതിൽ പകുതിയിലധികം രോഗികളിൽ ക്യാൻസർ പേഷ്യൻ്റ്, കിഡ്നി പേഷ്യൻ്റ്, അതുപോലെ തന്നെ ഓട്ടിസം ബാധിച്ച ആളുകൾ, അതുപോലെ തന്നെ ഹാർട്ട് രോഗികൾ. ഈ എൻഡോസൾഫാൻ മേഖലയിൽ ഞങ്ങൾ ഓരോ വീട്ടിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകൾ നമ്മുടെ മനസ്സലിപ്പിക്കുന്നതാണ്. ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. മഹാനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു വീട്ടിലേക്ക് പോയി. മനുഷ്യാവകാശ കമ്മീഷന്റെ കൂടെ ഞങ്ങൾ പോയപ്പോൾ ആ വീട്ടിലെ അമ്മ ക്യാമറ ഇങ്ങനെ മുമ്പിൽ വന്നപ്പോൾ അവർ കൈ ചൂണ്ടി പറഞ്ഞു, എൻ്റെ മകൻ്റെ ഫോട്ടോ എടുക്കരുത്, എൻ്റെ മകൻ്റെ ഫോട്ടോ എടുക്കുക. ജസ്റ്റിസ് ബാലകൃഷ്ണൻ അവർകൾ ഒരു വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ അമ്മ പറയുന്നു, എൻ്റെ മകൻ്റെ ഫോട്ടോ എടുക്കരുത്. ഞങ്ങൾ ആ മുറിയുടെ അകത്ത് പോയപ്പോൾ ഒരു അസ്ഥി മാത്രം അവിടെ കാണുന്നു. ഒരു ബ്രാഹ്മണ കുടുംബമാണ്, ഒരു അസ്ഥി മാത്രം അവിടെ ജീവച്ഛവം പോലെ കാണുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അത് റിപ്പോർട്ട് ചെയ്തു. സാദിഖിനെ പോലെയുള്ള മാംസപിണ്ഡങ്ങൾ ഇന്നും നമ്മുടെ മനസ്സിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലയിൽ 6000-ഓളം വരുന്ന മാംസം പിണ്ഡങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി CH സെന്റർ മുൻകൈയെടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇവിടെ ഇന്നത്തെ ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ചെയർമാൻ, നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ദീർഘവീക്ഷണമുള്ള, നല്ല വിദ്യാസമ്പന്നനായ, എല്ലാ കാര്യത്തിലും ഒരു നല്ല പ്ലാനുള്ള, ഈ ജില്ലയിലെ ഒരു തലയെടുപ്പുള്ള ഒരു നേതാവ് എന്ന നിലയിൽ CH സെന്ററിന്റെ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ് അവർകൾ നമ്മുടെ ഈ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നു. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കാരുണ്യത്തിൻ്റെ മുഖം, അത് പാണക്കാട് കുടുംബമാണ്. നമ്മളെപ്പോഴും കാരുണ്യം എന്നുള്ള ഒരു വാക്ക് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരു കുടുംബം പാണക്കാട് കുടുംബമാണ്.
പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പൊന്നോമന പുത്രൻ പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ് ഈ സ്നേഹ വീട് ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡിന്റെ അഭിമാനവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയും കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാദിയും വിനയത്തിന്റെ പര്യായമായ ഏതൊരു കുഞ്ഞിയെ കണ്ടാലും ഒന്ന് പുഞ്ചിരിച്ച് സംസാരിക്കുന്ന, കൈ കൊടുത്ത് സംസാരിക്കുന്ന മാതൃകാ പുരുഷനായ ഒരു പണ്ഡിതൻ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവറുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരവുമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ കാസർഗോഡിന്റെ എല്ലാമായ നമ്മുടെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഖജാൻജിയും നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ CT അഹമ്മദ് അലി സാഹിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലാ മുസ്ലിം ലീഗിന്റെ കരുത്തനായ പ്രസിഡന്റും ഞങ്ങളുടെ മാർഗദർശിയും, ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ സംശയം നിവർത്തി തരാനുള്ള പ്രാപ്തനായ ഒരു അഡ്മിനിസ്ട്രേറ്റർ ബഹുമാനനായ ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് T അബ്ദുല്ല സാഹിബിനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ഞങ്ങളുടെ വഴികാട്ടിയും സുഖമില്ലാതെ വീട്ടിൽ കിടക്കുന്ന സമയത്ത് അസുഖം വകവെക്കാതെ CH സെന്ററിന്റെ രൂപീകരണത്തിന് വേണ്ടി ഞങ്ങളുടെ കൈ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകി, ഞങ്ങൾക്ക് വേണ്ടുന്ന പോസിറ്റീവ് എനർജി നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ജില്ലാ മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ സാഹിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറിയും നമ്മുടെ ഈ നാട്ടിലെ ഖതീബ് ഉസ്താദും നമ്മുടെ എല്ലാ പരിപാടിയിലും നമ്മളോട് സഹകരിക്കുന്ന അബ്ദുസ്സലാം ദാരിമി ആലമ്പാടി ഉസ്താദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും എൻ്റെ നാട്ടുകാരനും മുഹിമ്മാത്തിന്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ എല്ലാവരുടെയും പാണക്കാട് കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു പണ്ഡിതനാണ് അബ്ദുല്ല കുഞ്ഞി ഫൈസി അവർകൾ. ബഹുമാനപ്പെട്ട പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ സഹപാഠി കൂടിയാണ് ബഹുമാനപ്പെട്ട BS അബ്ദുല്ല കുഞ്ഞി ഫൈസി അവർകൾ. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ വിട്ടുപോയതാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും ആലമ്പാടി നൂറുൽ ഇസ്ലാം യതീംഖാനയുടെ പ്രസിഡന്റും പൗരപ്രമുഖൻ, ഈ ജില്ലയിലെ ഒരു ചരിത്ര മരം എന്ന് വേണമെങ്കിലും നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ അവർകൾ ആദരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന യതീംഖാന കമ്മിറ്റി, ജമാഅത്ത് കമ്മിറ്റി, ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികൾ എല്ലാവരും ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യമായി ഞാൻ നിങ്ങൾക്ക് പ്രത്യേകമായ, ഈ നാട്ടുകാർക്ക് പ്രത്യേകമായ ഒരു നന്ദി അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട മുബാറക് മുഹമ്മദ് ആജി അവറുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി മൂസാബി ചെർക്കള CH സെന്ററിന് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തു തരുന്ന ഒരു വ്യക്തി കൂടിയാണ് മൂസാബി ചെർക്കള. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ കാസർഗോഡ് മണ്ഡലം പ്രസിഡന്റ് AM കടവത്ത്, ജനറൽ സെക്രട്ടറി അബ്ദുല്ല കുഞ്ഞി ചെർക്കള, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖാദർ ബദരിയ, പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ജലീൽ എരുന്നുംകടവ്, അസീസ് കളത്തൂർ, PV ഷഫീഖ്,
ജാസ്മിൻ കബീർ, ഷക്കീന അബ്ദുല്ല ഹാജി, ഫരീദ അബൂബക്കർ, സൈബുൻ നിസ, അനസ് എതിർത്തോട്, മുഹമ്മദ് KMCC നേതാക്കന്മാരായ മുഹമ്മദ് ഖാസി, MH മുഹമ്മദ് കുഞ്ഞി, ലുക്മാൻ കളങ്കര, അംസ തൊട്ടി, ഷാഫി പാറക്കട്ട, അതുപോലെ തന്നെ അബ്ദുല്ല ഹാജി ഗോവ, KS മഹമൂദ് ഹാജി, ഖാസി അബ്ദുറഹ്മാൻ തുടങ്ങി നിരവധി ആളുകൾ, അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലും നിരവധി നേതാക്കന്മാർ, CH സെന്ററിന്റെ 2 തണൽ മരങ്ങൾ, അവരെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ CH സെന്ററിന്റെ ഖജാൻജി ഞങ്ങൾക്ക് തണലുമായി ഒരു ദിവസത്തിൽ 2-3 കോളില്ലാത്ത ദിവസമുണ്ടാവുകയില്ല. എന്നെ ഔക്കുച്ചാന്റെ ഓരോ സെക്കൻഡിലും CH സെന്ററിന്റെ കാര്യമാണ് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത്. ഈ ആശയം തന്നെ ഞങ്ങൾക്ക് മുമ്പിൽ വെച്ചത് ബഹുമാന്യനായ എന്നെ അബൂബക്കർ സാഹിബാണ്. ആ എന്നെ അബൂബക്കർ സാഹിബിന് അള്ളാഹു ദീർഘായുസ് നൽകുമാറാവട്ടെ. അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി 24 മണിക്കൂറും ഈ CH സെന്ററിന് വേണ്ടി അദ്ദേഹത്തിന്റെ സമയം ചെലവഴിക്കുകയാണ്. ഞങ്ങളോട് പറയുന്നത്, ഈ സ്നേഹ വീട് തുടങ്ങാൻ വേണ്ടി വേണമെങ്കിൽ എന്റെ സ്ഥലത്തിൽ നിന്ന് 1 ഏക്കർ സ്ഥലം തരാമെന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത നേതാവാണ് എന്നെ അബൂബക്കർ സാഹിബ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട എന്നെ അബൂബക്കർ സാഹിബിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആദരമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട വർക്കിംഗ് ചെയർമാൻ, ഊർജ്ജസ്വലനായ, സാധാരണ വർക്കിംഗ് ചെയർമാൻ എന്ന് പറയുമ്പോൾ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ചെയർമാനാണ് വർക്കിംഗ് ചെയർമാൻ. ഇവിടെ രാത്രിയും പകലും ഞങ്ങളെ കൂടെ പ്രവർത്തിച്ച് ഒരു ചെറുപ്പക്കാരനെ പോലെ ഒരു ആവേശം കൊള്ളിക്കുന്ന ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന അബ്ദുൽ കരീം കോളിയാട് അവറുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ആരെങ്കിലും സ്വാഗതം പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഹാജി മുബാറക് ഹാജി അവറുകളെ ഈ വേദിയിൽ വെച്ച് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ഇവിടെ ഷാൽ അണിയിച്ചുകൊണ്ട് ആദരിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ നൂറുൽ ഇസ്ലാം ഓർഫനേജ് ആരംഭിക്കുന്നത് 1968-ലാണ്. നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ്, നമുക്കെപ്പോഴും മാതൃകാ പുരുഷനായ ബാഫഖി തങ്ങളാണ് ഈ യത്തീംഖാന ഉദ്ഘാടനം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ മുസ്ലിം യത്തീംഖാന കൂടിയാണ്. ആ 1991 മുതൽ സെക്രട്ടറിയായും കറസ്പോണ്ടൻസായും പ്രവർത്തിച്ച ഒരു നേതാവാണ് മുബാറക് മുഹമ്മദ് ഹാജി സാഹിബ്. അതുപോലെ തന്നെ ജില്ലാ അനാഥ അഗതി മന്ദിരത്തിന്റെ സംഘടനകളുടെ പ്രതിനിധിയായി ജില്ലാ സാമൂഹിക നീതി സമിതിയിൽ അംഗം കൂടിയാണ് ബഹുമാനപ്പെട്ട മുബാറക് ഹാജി. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും മുട്ടത്തോടിയിലെ ആദ്യത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ്. അവിഭക്ത കണ്ണൂർ ജില്ലാ വികസന സമിതിയിൽ 22 കൊല്ലം കാലം അംഗമായിരുന്നു ബഹുമാനനായ മുബാറക് മുഹമ്മദ് ഹാജി സാഹിബ്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെ ഏറ്റവും മുതിർന്ന ഒരു പൗരൻ കൂടിയാണ്. അദ്ദേഹത്തിന് അറിയാവുന്ന ചരിത്രം ഈ വേദിയെ എടുത്ത് പരിശോധിച്ചാൽ അതിനുശേഷം T. അബ്ദുല്ല സാഹിബ്. അപ്പൊ ഈ ചരിത്ര മരം കൂടിയായ ബഹുമാനായ മുബാറക് മുഹമ്മദ് ഹാജി അവറുകളെ മഹാനായ പാണക്കാട് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾ ആദരിക്കുന്നു. ഇരുവരെയും വേദിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. 1954 മഹാനായ CH മുഹമ്മദ് കോയ സാഹിബ് കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുന്ന സമയത്ത് മുബാറക് ഹാജി സാഹിബ് കാസർഗോഡ് ചന്ദ്രികയുടെ റിപ്പോർട്ടർ കൂടിയായിരുന്നു എന്ന കാര്യം ഇവിടെ അദ്ദേഹം സ്മരിക്കുക. നമ്മുടെ കാസർഗോഡിന്റെ മുസ്ലിം ലീഗിന്റെ അഭിമാനമായിരുന്ന
മർഹൂം ചെർക്കളം അബ്ദുല്ല സാഹിബിനെ ഈ സന്ദർഭത്തിൽ സ്മരിക്കുകയും അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ അബ്ദുൽ ലത്തീഫ് ഉപ്പള ഗേറ്റ് അവർകളെ ക്ഷണിക്കും. ബഹുമാനപ്പെട്ട അഭിനന്ദനായ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാവും കൂടിയായ പാലക്കാട് മുനവർ അലി തങ്ങൾ, അതുപോലെ തന്നെ നാം ഏവരും വളരെയേറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാദി സമസ്തയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ആലിക്കുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ മുബാറക് ഹാജി സാഹിബ്, മുസ്ലിം ലീഗിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ടി അബ്ദുല്ല സാഹിബ്, കരുത്തനായ ജനറൽ സെക്രട്ടറി എ അബ്ദുറഹ്മാൻ സാഹിബ് തുടങ്ങി CH സെൻറ്ററിൻ്റെ നേതാക്കളായ കരീം കോളിയാട്, അതുപോലെ എന്നെ ഒക്കുച്ച, മായിൻ കേളോട്ട് മുതൽ സദസ്സിലിരിക്കുന്ന KMCCയുടെയും മുസ്ലിം ലീഗിൻ്റെ വിവിധ പോഷക സംഘടനയുടെയും മണ്ഡലം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സ്വാഗത പ്രസംഗത്തിൽ ജനറൽ കൺവീനർ മായിൻ കേളോട്ട് വളരെ വിശദമായി കാര്യങ്ങൾ ഇവിടെ വിവരിക്കുകയുണ്ടായി. എന്താണ് ഇന്നിവിടെ നടന്നതെന്നും വളരെ ഒരു അഭിമാനമുള്ള ഒരു മുഹൂർത്തമാണ്. തീർച്ചയായും CH സെൻറ്റർ ഒരുപാട് കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ പ്രയോറിറ്റി കൊടുത്ത് ചെയ്യേണ്ട, മുൻഗണന അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ മനസ്സിൽ വന്ന ആ ആശയം കൊണ്ടുവന്നത് നമ്മുടെ പ്രിയപ്പെട്ട ട്രഷറർ കൂടിയായ എന്നെ ഔക്കുച്ചയാണ്. ഒരുപാട് നമ്മുടെ ഇസ്ലാം മതത്തിൽപ്പെട്ട നിരാലംബരായ ഒരുപാട് ആൾക്കാർ വേറെ, അതായത് സ്ഥാപനങ്ങളിൽ കഴിയുകയാണ്. വേറെ സ്ഥാപനം എന്ന് പറയുമ്പോൾ മുസ്ലിം ഇസ്ലാം മത വിശ്വാസികളായവരാണ്. പക്ഷെ അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവർ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് നടത്തുന്ന ആ സ്ഥാപനത്തിൽ അഗതികളായി വർഷങ്ങളായി കഴിയുകയാണ്. അപ്പം അവരെ കുറ്റം പറഞ്ഞൊരു കഥയിൽ അവർക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ടും പിന്നെ അവരെ ഏറ്റെടുത്ത ആ സംഘടനയെ നമുക്ക് ഈ അവസരത്തിൽ അഭിനന്ദിക്കാനേ പറ്റൂ. ആരെങ്കിലും ഒരാൾ ഏറ്റെടുത്തല്ലോ. പക്ഷെ അവർക്ക് അവരുടേതായ ആ ക്രിസ്തീയ മതത്തിൻ്റെ ആ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് അവരും വളർന്നത് ഈ 2-3 വർഷം. അപ്പം ആ അവസരത്തിൽ ഇന്ത്യ മഹാരാജ്യമാണ്, എല്ലാവർക്കും അവരുടെ മതസ്വാതന്ത്ര്യമുണ്ട്. അപ്പം അവർക്ക് അവിടെ പരിമിതികൾ ഉള്ളതുകൊണ്ട് അവർക്ക് ആ മതത്തിൻ്റെ ചട്ടയിൽ ജീവിക്കാനേ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അവർക്ക് ഒരു ഷെൽട്ടർ, അവർക്കൊരു ആശ്രയം കൊടുക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടനം നടന്ന ഈ സ്നേഹവീട് എന്ന പദ്ധതിയുടെ ലക്ഷ്യം. അതായത് 25ഓളം ആൾക്കാർ നാളെ തൊട്ട് പഠിച്ചവൻ തൗഫീഖ് ചെയ്താൽ ഈ സ്ഥാപനത്തിൽ എത്തും. അതിൽ ഇപ്പോൾ 25 പേർക്കുള്ള പെർമിഷൻ ഗവൺമെൻറ്റിൽ നിന്ന് സോഷ്യൽ ജസ്റ്റിസ് ഫോറം അല്ലേ, അതിൻ്റെ പെർമിഷൻ ഓൾറെഡി നമ്മൾക്ക് ലഭിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും ജില്ലയിൽ നമ്മൾ മുഴുവനും പരിധി ഇതുപോലെയുള്ള ആൾക്കാർ എവിടെയും ഉണ്ടെങ്കിൽ, നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടുണ്ടെങ്കിൽ അത് CH സെൻറ്ററിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അവരെയും കൂടി നമ്മൾക്ക് ഇവ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യമായി ഇപ്പോൾ 25 പേർക്കുള്ള പെർമിഷനാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അടുത്ത് തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത 25 പേരെയും കൂടിയുള്ളത് നമ്മൾക്ക് പെർമിഷൻ കിട്ടും. അങ്ങനെ വരുമ്പോൾ നമ്മൾക്ക് നല്ലൊരു മാതൃകാപരമായി അവർക്കെന്ന് വെച്ചാൽ ഈ നമ്മൾ ദത്തെടുക്കുന്ന ഈ ആൾക്കാർ സാധാരണക്കാരല്ല. അതിൽ മാനസിക രോഗികളുണ്ട്, സ്ഥിരമായ മാറാരോഗമുള്ളവരുണ്ട്, അതല്ലാതെ ഒരുപാട് വ്രണങ്ങളും മറ്റുള്ള അസുഖങ്ങളും ഉള്ളവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ പരിപാലിക്കണം. അവർക്കുള്ള മെഡിസിനും അവർക്കുള്ള ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊടുത്ത് ഭക്ഷണവും ഡ്രസ്സും ഒക്കെ കൊടുത്ത് അവരെ നമ്മളങ്ങ് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളൊക്കെ സഹകരണം ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ദൗത്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിന് ഏറ്റവും നമുക്ക് അനുയോജ്യമായ ഈ സ്ഥലം വിട്ടു തന്നത്, നമുക്ക് കണ്ടെത്തി തന്നത് ഈ യതീംഖാനയുടെ വലിയ മനസ്സാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ഔക്കുച്ച, അതിന് അനുമതി നൽകിയ ബഹുമാനപ്പെട്ട മുബാറക് ഹാജി തുടങ്ങി ഈ കമ്മിറ്റിയുടെ, ഈ യതീംഖാനയുടെ ഓരോ ഭാരവാഹികളെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം
അവരുടെ ഒരു കൂട്ടായ പ്രവർത്തനവും ഇനിയും ഈ സ്നേഹവീട് നല്ല നിലയിൽ നടന്നു പോകണമെങ്കിൽ ഈ നാട്ടുകാരായ ഈ യതീംഖാനയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരുടെയും സഹകരണം മനസ്സിൽ പ്രതീക്ഷിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഇതുവരെയുള്ള അനുഭവം വെച്ച് ഞങ്ങളെ പ്രതീക്ഷയെക്കാളും അവർ ഒരുപാട് ഉയരത്തിലാണ്. ഇനിയും അവരെ നിന്ന് അത്തരത്തിലുള്ള എല്ലാ സഹകരണവും ഉണ്ടാവും. മാത്രമല്ല വൈകുന്നേരങ്ങളിൽ സമയം കിട്ടുമ്പോൾ ഈ ചുറ്റുപറ്റത്തുള്ള ആൾക്കാർ ഇവിടെയുള്ള ഈ അന്തേവാസികളുമായി ഒന്ന് സംവദിക്കുകയും അവർക്കൊരു ഫീൽ ടച്ച് കൊടുക്കുകയും വേണമെന്ന് കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇതിപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ ഹാള് ഇതൊരു റിക്രിയേഷൻ റൂമാണ്. TV കാണാനും വർത്താനം പറയാനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നൊരു ഹാളാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇപ്പം നിങ്ങൾ കണ്ട അവിടെ 10 ബെഡ് അപ്പുറം 10 ബെഡ് ഇപ്പുറം ബെഡ് ഇട്ട് നല്ല നല്ല നിലയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു നല്ല വലിയ കിച്ചൺ ഉണ്ട് താഴെ, അതുപോലെ നല്ല ഡൈനിങ് ഹാളുണ്ട്, ബാത്റൂം ഇഷ്ടം പോലെയുണ്ട്, ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടി ഇപ്പോൾ ഈ മുമ്പ് കാണുന്ന ഈ സ്ഥലത്ത് ഒരു ഗാർഡനും കൂടി, ചെറിയ ഗാർഡനും ഇതൊക്കെ ഒരു ഗേറ്റൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങി വൈകുന്നേരങ്ങളിൽ പുറത്തിരിക്കാം. പിന്നെ അവർക്ക് മതം കുറച്ചും കൂടി ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം, അതിനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതും കൂടി ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ള ഒരു ദൗത്യം കൂടി CH സെൻറ്ററിൻ്റെ മുമ്പിലുണ്ട്. അപ്പം അതുപോലെ അപ്പോൾ ഈ എല്ലാവരെയും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ അവസരം ഉപയോഗിക്കുന്നു. CH സെൻറ്റർ വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾക്കിപ്പോൾ സ്ഥലമെടുത്ത കാര്യമൊക്കെ പറഞ്ഞു. പക്ഷേ ഉക്കിനടുത്ത മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ അവിടെ ഇപ്പോൾ നമ്മൾ വലിയ പ്രവർത്തിക്കാനുള്ള മെഡിക്കൽ കോളേജ് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇപ്പോൾ കുറച്ച് പേഷ്യൻ്റൊക്കെ, അതും കോവിഡ് പേഷ്യൻ്റേ ഉള്ളൂ. എന്നാലും നമ്മൾ അവിടെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി ഇപ്പോൾ നമ്മൾ ഏറ്റവും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ ഒരു സെൻറ്റർ കാസർഗോഡ് സിറ്റി നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിൻ്റെ ചുറ്റിപ്പറ്റി നമ്മൾ ഒരു ഡയാലിസിസ് യൂണിറ്റ്, അതുപോലെ തന്നെ ഫാർമസി, ഫ്രീ ഫാർമസി, ഇതും എക്സ്റേ ലാബ് തുടങ്ങിയ അതിൻ്റെ വർക്ക് എത്രയും പെട്ടെന്ന് ഇപ്പം തന്നെ നമ്മൾ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് അത് ആരംഭിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അതുപോലെ തന്നെ നേരത്തെ മാനിക്കാരോട് സൂചിപ്പിച്ചതുപോലെ എൻഡോസൾഫാൻ ബാധിതർക്ക് എല്ലാവരെയും അക്കോമഡേറ്റ് ചെയ്യാൻ നമുക്ക് ലിമിറ്റ് ഉണ്ടാവും. അതിൽ പറ്റുന്ന ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ കൂടി അക്കോമഡേറ്റ് ചെയ്ത് അവർക്കുള്ള ഒരു പരിരക്ഷ കൂടി നൽകണം എന്നൊരു ആഗ്രഹം കൂടി CH സെൻറ്ററിൻ്റെ മുമ്പിലുണ്ട്. അതുകൂടാതെ എനിക്ക് ഉണർത്തുവാനുള്ളത് എല്ലാവരും മുമ്പിലും നമ്മൾ കഴിഞ്ഞ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരുമായി സംസാരിച്ച് അവരെ തണലിലാണ് നമ്മളുള്ളത്. നമുക്ക് എല്ലാവിധ സഹകരണങ്ങളും ഗൈഡ് ചെയ്യുന്നതും. പക്ഷേ അതൊരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണെങ്കിലും എല്ലാം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതാക്കന്മാരുടെ സഹകരണത്തോടു കൂടിയും എല്ലാത്തിനും അവരുടെ ആശീർവാദത്തോടു കൂടിയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ CH സെൻറ്ററിൻ്റെ അടുത്ത ഒരു പദ്ധതി എന്ന് പറയുന്നത്, നമുക്കറിയാം ഈ കോവിഡ് സമയത്ത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയത് കർണാടകം ഈ ബോർഡർ അടച്ച സമയത്താണ്. അപ്പോൾ ഹോസ്പിറ്റലില്ല എന്നുള്ള ഒരു ഒച്ചയും ബഹളം തന്നെ ഉണ്ടായിരുന്നു. അത് മാറി ഇപ്പോൾ ഹോസ്പിറ്റൽ കൊണ്ടൊരു ബഹളമെന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. പക്ഷെ ആ കാലത്ത് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു കാസർഗോഡ് ഹോസ്പിറ്റൽ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി 6 നില ഏകദേശം വാർത്ത് കഴിഞ്ഞു. ഒരു 6 മാസത്തിനകത്ത് പടച്ചോൻ തൗഫീഖ് ചെയ്താൽ അത് ഇനാഗുറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പ്രോമിസ് ചെയ്ത പിന്നൊന്നാണ് കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റൽ വരുന്നുണ്ടത്. എല്ലാ വർക്കും കഴിഞ്ഞു. അതിൻ്റെ സ്റ്റത്തും BP അപ്പാരറ്റീസ് അടക്കം ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ചെറിയൊരു ടെക്നിക്കൽ മുനിസിപ്പാലിറ്റിയുമായി ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ അതും ഉദ്ഘാടനം ചെയ്യും. ഞാൻ പറഞ്ഞ 2 കമ്മിറ്റ്മെൻറ്റ് ഞാനത് അൽഹംദുലില്ലാ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനിയും ബാക്കിയുള്ള ഒരുപാട് പേര് കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ വരും എന്നുള്ള അത് അവർ ചെയ്യുന്നുണ്ട്. അതിലുപരി CH സെൻറ്ററിൻ്റെ ഒരു ഹോസ്പിറ്റൽ കാസർഗോഡ് വരാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് ജനപങ്കാളിത്തത്തോടു കൂടി ഇപ്പോൾ EK നയനാർ സഹകരണ ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ജില്ലയിൽ CHൻ്റെ പേരിൽ CH സഹകരണ ഹോസ്പിറ്റൽ എന്ന പേരിൽ ഒരു ഹോസ്പിറ്റൽ, എല്ലാ ആധുനിക സംവിധാനങ്ങളോടും കൂടിയ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാനുള്ള പദ്ധതിയുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ സ്ഥലമെടുപ്പ് ഏകദേശം ഒരുപാട് സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. റഹ്മാനിരിക്കുന്നുണ്ട്, ഒരുപാട് സ്ഥലം കണ്ട്. അപ്പോൾ ഏതെങ്കിലും സൂട്ടബിളായ ഒരു സ്ഥലം കിട്ടിയാൽ ബിസ്മില്ലാ ചൊല്ലി നമ്മൾ അതിന് അഡ്വാൻസ് കൊടുക്കും. അതൊക്കെ നിങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതൊരു ജനകീയ പങ്കാളിത്തത്തോടു കൂടിയുള്ള അതൊരു സൊസൈറ്റി ആയിട്ടാണ് തുടങ്ങുക. നല്ല നിലയിൽ അതിൽ സൗജന്യ നിരക്കിൽ ചികിത്സ ലഭിക്കുന്ന ആൾക്കാരുണ്ടാവും, ഡിസ്കൗണ്ട് നിരക്കിൽ ചികിത്സ ലഭിക്കുന്ന ആൾക്കാരുണ്ടാവും. അതല്ലാതെ പേ വാർഡ് തന്നെ ഉണ്ടാവും. നല്ല പൈസ ഉള്ളവർക്ക് നല്ല സൗകര്യത്തോടു കൂടി ചെയ്യുന്ന
അങ്ങനെയുള്ള മെഡിസിനും അടക്കം ഫ്രീ കൊടുക്കുന്ന, അത് കഴിയുമ്പോൾ നമ്മൾ ഈ ഡയാലിസിസ് സെൻറ്ററും അതുപോലെയുള്ള അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഈവൻ നഴ്സിംഗ് കോളേജ് വരെയുള്ള ഒരു സംവിധാനമാണ് പാരാമെഡിക്കൽ കോഴ്സും. ഇതൊക്കെയാണ് നമ്മളെ പ്ലാൻ. അള്ളാഹു അത് പൂർത്തീകരിച്ച് തെരുമാറാകട്ടെ. KMCCൻ്റെ നേതാക്കന്മാരൊക്കെ തൊട്ട് മുമ്പിൽ ഇരിപ്പുണ്ട്, നവാസ് തൊട്ട് മറ്റെല്ലാവരും ഉണ്ട്, ഇവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് നമ്മൾ ഈ പരിപാടിയായി മുന്നോട്ട് ഇറങ്ങുന്നത്. കാരണം KMCC എന്ന് പറയുന്നത് നമ്മളെ ഒരു ഈ CH സെൻറ്ററിൻ്റെ ഒരു ബ്രദർ പോലെയാണ്, സിസ്റ്റർ കൺസേൺ. അല്ല, ഞാനും ഒരു പ്രവാസിയാണ്, പേടിക്കണ്ട, ഞാനും KMCCൻ്റെ. അപ്പോൾ നമ്മളെല്ലാവരും നിങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് ഈ ഒരു സംഭവം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറായാൽ ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ച് ഞങ്ങൾ നിങ്ങളെ മുമ്പിൽ ഇതുപോലെ വലിയൊരു മീറ്റിംഗ് വിളിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ഞാനിപ്പോൾ ഇതവിടെ അനൗൺസ് ചെയ്ത് എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ചെയ്യുന്ന എല്ലാ പുണ്യപ്രവൃത്തിയും അള്ളാഹു അതൊരു സാലിയായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ CH സെൻറ്ററും വളർന്ന് കേരളത്തിനും നമ്മുടെ രാജ്യത്തിന് തന്നെ മാതൃകയായി നമ്മുടെ ഈ കാസർഗോഡ് CH സെൻറ്റർ വളരുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞ് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബഹുമാനപ്പെട്ട തങ്ങളെ ഉദ്ഘാടന പ്രസംഗത്തിന് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹൂ ഖൗലി. ഏറ്റവും ബഹുമാന്യരായ യോഗാധ്യക്ഷൻ, കാസർഗോഡ് CH സെൻറ്ററിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് സാഹിബ്, ഇവിടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച കാസർഗോഡ് സംയുക്ത ജമാഅത്ത് ഖാദിയും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ അലിക്കുട്ടി മുസ്ലിയാർ, ഇവിടെ നിന്ന് നമ്മൾ ഇന്ന് ആദരിച്ച ബഹുമാനായ മുബാറക് മുഹമ്മദ് ഹാജി, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ട്രഷറർ മുൻ മന്ത്രിയുമായിട്ടുള്ള CT അഹമ്മദ് അലി സാഹിബ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് T അബ്ദുള്ള സാഹിബ്, മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി A അബ്ദുറഹ്മാൻ സാഹിബ്, മറ്റിവിടെ സന്നിധരായിട്ടുള്ള ഈ സംരംഭത്തിൻ്റെ CH സെൻറ്ററിൻ്റെ വർക്കിംഗ് ചെയർമാനായിട്ടുള്ള സിറ്റി കോഡ് കരീം സാഹിബ്, ട്രഷററായിട്ടുള്ള N അബൂബക്കർ സാഹിബ്, നമ്മെ സ്വാഗതം ചെയ്ത ജനറൽ കൺവീനർ മാഹിൻ കളോട്ട്, അബ്ദുസലീം അബ്ദുസലാം ദാരിമി, MM കടവത്ത്, കുഞ്ഞ് സാഹിബ്, മറ്റിവിടെ സന്നിധരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠരെ, നേതാക്കളെ, ബഹുമാന്യ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ മാതൃകാപരമായ ഒരു സംരംഭമാണ് കാസർഗോഡ് CH സെൻറ്റർ ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുപാട് CH സെൻറ്ററുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഇന്ന് വ്യത്യസ്തമായി ഈ ഒരു സെൻറ്ററിൽ ആരോരുമില്ലാത്ത അശരണരായിട്ടുള്ള രോഗികളായിട്ടുള്ള തെരുവിൽ അവഗണിക്കപ്പെട്ട നിർധനരായ ഒരു കൂട്ടം ആളുകളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് റീഹാബിലിറ്റ് ചെയ്തുകൊണ്ട് ഒരു മാതൃക കാണിച്ചിരിക്കുകയാണ് കാസർഗോഡ് CH സെൻറ്റർ. അതിനുവേണ്ടി മുന്നിട്ട് വന്ന കാസർഗോഡ് CH സെൻറ്ററിൻ്റെ ഭാരവാഹികൾ ബഹുമാനായ ചെയർമാൻ ലത്തീഫ് സാഹിബും കരീം സാഹിബും, അതുപോലെ N അബൂബക്കർ സാഹിബ്, മൈൻകോട്ട് അടക്കം, അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം, ഇവിടെയൊക്കെ ഈ ഒരു ശ്രമം തീർച്ചയായും ഒരു വലിയ ആശ്വാസമാണ് നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. CH സെൻറ്റർ എന്ന സംരംഭം ഇന്ന് കേരളത്തിൻ്റെ ആശ്വാസത്തിൻ്റെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. പല CH സെൻറ്ററുകളും പല രീതിയിലുമുള്ള വ്യത്യസ്തമായ സേവന മേഖലയാണ് അവലംബിച്ചിട്ടുള്ളത്. ആദ്യമായി തുടങ്ങിയ കോഴിക്കോട് CH സെൻറ്റർ ഇന്ന് മലബാറിലെ തന്നെ ഏറ്റവും വലിയ രോഗികൾക്കുള്ള ആശ്വാസ കേന്ദ്രമായിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഡയാലിസിസ് സെൻറ്റർ തുടങ്ങി, സ്കാനിങ് തുടങ്ങി, മെഡിക്കൽ ഷോപ്പ്, സൗജന്യ നിരക്കിൽ മരുന്ന് നൽകുന്നു, ഭക്ഷണം നൽകുന്നു, മറ്റു രോഗികൾക്ക് ഡോക്ടറെ കാണാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു. അങ്ങനെ
പാവങ്ങളായിട്ടുള്ള നിരവധി രോഗികൾ വരുന്ന ഇടങ്ങളിലൊക്കെ CH സെൻ്റർ അവർക്കൊരു തണലായി മാറുകയാണ്. അതുപോലെ തിരുവനന്തപുരത്ത് ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ സാഹിബിൻ്റെ നേതൃത്വത്തിൽ അവിടെ RCCയിൽ വരുന്ന ക്യാൻസർ രോഗികൾക്ക് അവിടെ എത്തുന്ന ആളുകൾ ഒരിക്കലും നിരാശയോടുകൂടി മടങ്ങാതെ പാവപ്പെട്ട ഒരുപാട് രോഗികൾ അവർക്ക് താമസം, ഭക്ഷണം, സൗകര്യം ഒരുക്കുന്നു. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ CH സെൻ്റർ ഉണ്ട്. അങ്ങനെ CH സെൻ്ററിൻ്റെ കീഴിൽ നിരവധി ജാതിമത ഭേദമന്യേ, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ മേഖലയിൽ ആതുര രംഗത്ത് അത്ഭുതകരമായ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പിതാവിൻ്റെ പേരിൽ ഷാപ്തമ സെൻറ്റർ ഫോർ ഹ്യൂമാനിറ്റി ബാംഗ്ലൂരിൽ കേരളത്തിന് പുറത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വലിയ സംരംഭം അവിടെ തുടക്കം കുറിച്ചു. ഇവിടെ വിജയകരമായി ഒരുപാട് പാലിയേറ്റീവ് സംവിധാനങ്ങൾ, ഒരു മംഗല്യം മേള അവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇത്തരം ഒരുപാട് ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നു എന്നുള്ളത് കേരളത്തിന് നന്മയാണ്. കേരളത്തിലെ ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും ഏത് ദുരിതം അനുഭവിക്കുമ്പോഴും, ഇവിടെ പ്രളയം വന്നപ്പോൾ, കോവിഡ് വന്നപ്പോൾ കേരളം ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൻ്റെ മനസ്സ് അങ്ങനെയുള്ളൊരു മനസ്സാണ്. ആര് വേദനിച്ചാലും അവർക്കൊപ്പം, വേദനയോടൊപ്പം നിൽക്കാൻ കേരള സമൂഹമുണ്ട്. അതാണ് ഒരു കണ്ണൂരിലെ കുട്ടി SMA രോഗം ബാധിച്ച് 18 കോടി മണിക്കൂറുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒന്ന് മാത്രമല്ല, ഇപ്പോൾ അതിനുശേഷം പിന്നീടും അങ്ങനെയുള്ള ജനസമാരം നടത്തിയപ്പോൾ ആളുകൾ ഏറ്റെടുത്തു. അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള മേഖലയിൽ, കാരണം ഇന്ന് ആതുര മേഖല ഏറ്റവും കൂടുതൽ ബാധ്യതയേറി വരുന്നൊരു കാലഘട്ടം കൂടിയാണ്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനം, മെഡിക്കൽ കോളേജ് എന്ന പേരിന് മാത്രം ഇവിടെ ഉണ്ടായി എന്നുള്ളതാണ്. കോവിഡ് ഇവിടെ വന്ന ഉടനെ നിരവധി പ്രയാസങ്ങൾ അനുഭവപ്പെട്ടു. ഒരുപാട് രോഗികൾ ഇവിടെ ക്വാറന്റൈനിൽ കിടക്കേണ്ടി വന്നു. വേണ്ട രീതിയിലുള്ള സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരുപാട് രോഗികൾ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സമയത്തൊക്കെ തന്നെ ഇവിടെ നേരത്തെ മായൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വളണ്ടിയർമാർ, വൈറ്റ് കാർഡ് അംഗങ്ങൾ, മുസ്ലിം യൂത്ത് ലീഗിൻ്റെ മുൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അടീജിയുടെ നേതൃത്വത്തിൽ നിരവധി മയ്യത്തുകൾ, കോവിഡ് മയ്യത്തുകൾ മറമാടിക്കൊണ്ട് മാതൃക കാണിച്ചിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ സേവന രംഗത്ത് നിസ്വാർത്ഥമായ സേവനം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സേവനത്തിൻ്റെ ഒരു പുതിയ അധ്യായം ഇന്നിവിടെ ഈ യതീംഖാന കോമ്പൗണ്ടിൽ ഇവിടെ തീർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾ, ഇപ്പോൾ രോഗികളായിട്ടുള്ള ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യുന്ന, എന്നെ നീ സന്ദർശിച്ചില്ലയോ എന്ന് ചോദിക്കുന്നത്, അത് തീർച്ചയായും അത് അള്ളാഹുവിനെ ഉപമിച്ചുകൊണ്ട് ഒരു രോഗിയെ പരാമർശമെങ്കിൽ ആ രോഗ സന്ദർശനവും രോഗിയെ ശുശ്രൂഷിക്കുന്നതും എത്രത്തോളം പുണ്യമാണെന്നും അത് മനുഷ്യൻ്റെ ധർമ്മമാണെന്നും കാണിച്ചു കൊടുത്തുകൊണ്ട് ആ ഒരു പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ തീർച്ചയായും ഇത്തരം മേഖലകളിൽ നമുക്ക് അവരെ സംരക്ഷിക്കാൻ, അനാഥത്തെ ഏറ്റെടുക്കാൻ, അനാഥരായി ആരും ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിക തത്വം. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായി ആര് പ്രയാസപ്പെട്ടാലും ആ പ്രയാസം അനുഭവിക്കുന്നവൻ്റെ വേദന മാറ്റിയില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവില്ല എന്നുള്ള ഒരു രീതിയാണ്, നിലപാടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട അലിക്കുട്ടി മുസ്ലിയാർ അവരുകളൊക്കെ തന്നെ ഇവിടെയുണ്ട്, പണ്ഡിത ശ്രേഷ്ഠരുണ്ട്. എല്ലാവരുടെയും ഒരു സമ്പന്നമായൊരു സദസ്സാണ് ലളിതമെങ്കിലും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി സഹായിച്ച നിരവധി ആളുകൾ പല ഭാഗത്തു നിന്നും, ഇവിടുത്തെ CH സെൻ്ററിൻ്റെ ഭാരവാഹികൾ, അതുപോലെ മറ്റുള്ള സാധാരണക്കാരായിട്ടുള്ള അവരുടെയൊക്കെ സഹായം കൊണ്ടാണ് ഇത്തരം സംരംഭം ഇവിടെ വിജയിക്കുന്നത്. അള്ളാഹുവർക്കൊക്കെ എല്ലാ രീതിയിലുമുള്ള അനുഗ്രഹവും ആയുസ്സും ആഫിയത്തും അവിടെ ജോലിയിലും കച്ചവടത്തിലും ബർക്കത്തും റഹ്മത്തും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വചനം മുതൽ ഖാൻ നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മസ്കറ്റ് മണ്ഡലം KMCC കൂട്ടായ്മ ഒരു ഫണ്ട് മഹാനായ തങ്ങളവരുടെ കയ്യിൽ കൈമാറും. ഈ നാട്ടുകാരായ ധാരാളം സ്നേഹനിധികളായ പാവപ്പെട്ടവരെ സഹായിക്കുന്നത്
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ലോകത്തുള്ള എല്ലാ ജനങ്ങളോടും ഈ കാര്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യമായി വഹി ലഭിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഖദീജ റളിയല്ലാഹു തആല അൻഹ സമാധാനിച്ചു. 40 വയസ്സായപ്പോൾ തങ്ങൾക്ക് ഏകാന്തവാസം ഇഷ്ടമായി. അങ്ങനെ ഗാർഹിറായിൽ പോയി താമസമായി. അതിനിടയിൽ തങ്ങൾക്ക് വഹി ലഭിച്ചു. വഹി ലഭിച്ച് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ അടുക്കൽ പറഞ്ഞ ഒരു സംഭവം മാത്രം ഞാൻ പറയാം. അത് എനിക്ക് ഭയം തോന്നുന്നു എന്നാണ്. ഏറ്റവും വലിയ ഒരു ദൗത്യവുമായി മുന്നോട്ട് പോകാൻ തങ്ങൾക്ക് പ്രയാസം അനുഭവപ്പെടുമെന്നുള്ള ഒരു ഭയമാണ് തങ്ങൾ സൂചിപ്പിച്ചത്. സഹീഹ് ബുഖാരിൻ്റെ 1-ാമത്തെ ഹദീസിൽ ബാബുൻ കൈഫകാന വദൂൽ വഹി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അധ്യായത്തിലാണ് ആ സംഭവം. അപ്പോൾ വലഖദ് ഖശീതു അലാ നഫ്സി, എൻ്റെ നഫ്സിൻ്റെ പേരിൽ ഞാൻ ഭയപ്പെട്ടു, ഞാൻ സ്വയം ഭയപ്പെടുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ഖദീജ ബി പറഞ്ഞു, ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ പ്രയാസപ്പെടേണ്ടതില്ല. ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുന്നു ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട്. പാവപ്പെട്ടവരായ എല്ലാ ആളുകളെയും സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരാറുണ്ട് എന്ന് പറഞ്ഞ് ബുഖാരിൻ്റെ തലഭാഗത്ത് പറഞ്ഞു. ഏതാനും ഖദീജായി റസൂലുള്ളാഹിനെയും കൊണ്ട് വറഖത്ത് ഇബ്നു നൗഫൽ എന്ന ആളടുക്കലേക്ക് പോയി എന്നുള്ളതാണ് കഥ. നിങ്ങൾ പലപ്പോഴും വയതിൽ കേട്ട കഥയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട വറഖത്ത് ഇബ്നു നൗഫൽ എന്താണ് കാണുന്നത് എന്ന് ചോദിച്ചിട്ട് അവസാനം തങ്ങളോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഉന്നതമായൊരു ഭാവി വരാൻ പോകുന്നുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുക എന്നുള്ളതും അതുപോലെ ജോലിയില്ലാത്തവർക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതുമൊക്കെ നിങ്ങൾക്ക് അത് അള്ളാഹു ഒരിക്കലും പറഞ്ഞു. ഇന്ന് ലോകത്ത് മുഴുവനും ഉള്ള രാജ്യങ്ങളിൽ, അമേരിക്കയിലായാലും അവിടെ നിന്ന് തോന്നുന്ന അറബ് രാജ്യങ്ങളിലായാലും അവിടങ്ങളിലൊക്കെ ഈ പ്രവർത്തനവുമായി ആളുകൾ മുന്നോട്ട് വരുന്നു. നമ്മുടെ രാജ്യത്തേക്ക് സഹായിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ആളുകളുണ്ട്. റഷീദ് സാഹിബ് പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, മുസ്ലിം വേൾഡ് ലീഗിൻ്റെ കീഴിൽ ഒരു പ്രത്യേകമായ സംഘടനയുണ്ട്. ഇൻ്റർനാഷണൽ ഇസ്ലാമിക് റിലീഫ് ഓർഗനൈസേഷൻ എന്നാണ് അതിൻ്റെ പേര്. മുസ്ലിം വേൾഡ് ലീഗിൻ്റെ ഒരു സഹായം നൽകുന്ന സംഘടനയാണത്. അത് എവിടുക്കാ സഹായം നൽകുന്നത്? എല്ലാ പാവപ്പെട്ടവരായ നമ്മളെ കേരളത്തിൽ തന്നെ 70ഓളം അനാഥശാലകൾക്ക് സഹായം നൽകാൻ അവർ തയ്യാറായി. എന്തൊക്കെ സഹായം? നമ്മളെ അനാഥ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ട സഹായങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടുന്ന ചികിത്സക്കാവശ്യമായ കാര്യങ്ങൾ ചെയ്യുക. ഇങ്ങനെ നീണ്ടു പോകുന്നു ആ പരമ്പര. ഞാനതിൽ കൂടി കൂടുതൽ സഞ്ചരിക്കുന്നില്ല. മദർ തെരേസ കൽക്കത്തയിൽ തുടങ്ങി വച്ചൊരു പരിപാടി ക്രിസ്ത്യാനികളിലുള്ളതാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഇവിടെയുള്ള ആളുകൾ നമ്മുടെ യത്തീംഖാനകളിൽ, മുക്കം യത്തീംഖാനയിലും തിരൂരങ്ങാടി യത്തീംഖാനയിലും ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ യത്തീംഖാനയിലും നമ്മളെ യത്തീംഖാനയിലൊക്കെ ഇതിൻ്റെ സഹായം ലഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സഹായം ഇൻ്റർനാഷണൽ ഇസ്ലാമിക് റിലീഫ് ഓർഗനൈസേഷൻ ഇവിടെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. പക്ഷെ ഇപ്പോൾ പ്രയാസമുണ്ട്. ഇപ്പോൾ യത്തീംഖാന തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റി പ്രയാസപ്പെടുകയാണ്. അതിന് ഒരുപാട് നിബന്ധനകൾ വച്ചിരിക്കുന്നു. അത് ഈ സംഘടന തന്നെ ഒരുപാട് നിവാദികൾ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സംഘടനകൾ, കേരള സംസ്ഥാനമായാലും ഇന്ത്യൻ നിലക്കുള്ളതായ ആദ്യവും സഹായങ്ങൾ, പല നിലക്കുള്ള സഹായങ്ങൾക്കും മറ്റൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ യതീം കുട്ടികളെ തന്നെ നിർത്താൻ പറ്റാത്ത ഒരു പ്രയാസം 2-3 പ്രാവശ്യങ്ങളിലായി ഓർഫനേജിൻ്റെ സംഘടനകൾ കോഴിക്കോട് വെച്ചും മറ്റും അതിനെപ്പറ്റി ചർച്ച ചെയ്യണ്ടായി. അവിടെ വച്ചുണ്ടായതിൻ്റെ പുറത്ത് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഈ വിഷയപ്പറ്റി ചർച്ച വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾക്കും വേണമെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുണ്ട്, പ്രയാസങ്ങളുണ്ട്. മുമ്പത്തെ പോലെ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, യത്തീംഖാന സ്ഥാപനത്തിന് കിട്ടിയിരുന്നു, തിരൂരങ്ങാടി യത്തീംഖാനക്ക് കിട്ടിയിരുന്നു, മുക്കത്തിന് കിട്ടിയിരുന്നു. ഒക്കെ അനാഥ കുട്ടികൾക്ക് സഹായിക്കാൻ ആരെ പണ്ട് മുസ്ലിം വേൾഡ് ലീഗിൻ്റെ റാബിത്തത്തുൽ ആലമുൽ ഇസ്ലാമി എന്ന ആ സംഘടന, അതിന് പ്രത്യേക ഒരു സമിതി ഉണ്ട്.
അതാണ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് റിലീഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ അത് കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്. അപ്പോൾ നല്ല സാഹചര്യം വരികയാണെങ്കിൽ ഇവിടെ 25 കുട്ടികൾക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്തുവെങ്കിൽ ഒരു 25 കൂടി അടുത്ത് വരാൻ പോകുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഈ കണ്ടീഷനൊക്കെ ഒന്ന് മാറിയാൽ ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിലും ഇതുമായി ബന്ധപ്പെടാനുള്ള സൗകര്യം നമുക്കുണ്ട്. അത് നമുക്ക് പഠിഞ്ഞതാണ്, ഇന്നും നേടിയല്ല. കുറേ കൊല്ലങ്ങളായി ഒരു 10-40ഓളം വർഷക്കാലം ആ സഹായം നേടിയവരാണ് നമ്മൾ. ഇവിടെ കാസർഗോഡും നമ്മുടെ അനാഥശാലകൾ കിട്ടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ നിലക്ക് ഇവിടെ യതീം കുട്ടികളല്ലാത്ത കുട്ടികളാണെങ്കിലും അവിടെ സംരക്ഷിക്കാനുള്ള ഇങ്ങനൊരു സംവിധാനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു എന്ന് വന്നാൽ ആ സംഘടന രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ മേലിൽ ഒരു പ്രത്യേകമായ ഫോറിൻ കോൺട്രിബ്യൂഷനെ സംബന്ധിച്ചുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള അതുമായി മുന്നോട്ട് പോകണം. എന്നാൽ 100 50 5000 വരെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ സഹായിക്കാൻ തയ്യാറുള്ളവരുണ്ട്. സാഹചര്യം കുറച്ച് ബുദ്ധിമുട്ടില്ല. നന്നായി വരുന്ന കാലം ആ നിരക്കും നമ്മൾക്ക് സൗകര്യം പോലെ ചെയ്തു നോക്കാം. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇപ്പോൾ നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുള്ള ഈ ആശുപത്രി രംഗങ്ങളിലും അതുപോലെ നമ്മുടെ കുട്ടികളെ സഹായിക്കുന്ന രംഗങ്ങളിലും അവർക്കൊക്കെ സഹായിക്കാനുള്ള ആ വിഷയവുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ വരാൻ പോകുന്നത് ഷഫീന റസൂലുള്ളാഹി പറഞ്ഞ ഒരു വാക്കും കൂടിയും പറഞ്ഞാൽ അവസാനിക്കും. കാതൽ ഫഖറു അയ്യക്കൂന കുഫറ. ദാരിദ്ര്യം എന്ന് പറയുന്നത് അത് കുഫരിയത്തിലേക്ക്, ഇസ്ലാം അല്ലാത്ത പ്രസ്ഥാനങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാവുന്നതാണ്, അവിടുത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതാണ് ഇപ്പോൾ ഇവിടെ കാസർഗോഡ് കുറേ നമ്മളെ കുട്ടികളും മറ്റുള്ളവരിൽ പോണത്. അവർക്ക് തിന്നാനില്ല, കുടിക്കാനില്ല, സഹായിക്കാനാളില്ല. അപ്പോൾ കിട്ടുന്നോട്ട് പോകല്ല എന്ന് വൃത്തിയില്ലല്ലോ. അതാണ് റസൂലുള്ള പറഞ്ഞത്, കാതൽ ഫഖറു അയ്യക്കൂന കുഫറ. ഫഖീർ തരം ദാരിദ്ര്യം അത് കുഫറിലേക്ക് ചെന്ന് ചേരുമെന്ന് ചൊല്ലിയ റസൂലുള്ളാഹി. അതവിടെ വന്നത്. അത് ഇല്ലാതിരിക്കാനുള്ള ഒരു വളരെ അച്ചടക്കത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടിയുള്ള പ്രവർത്തനത്തിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട എന്നെ അബൂബക്കർ സാഹിബും അതുപോലെ നമ്മളുടെ ഇതിൻ്റെ പ്രസിഡൻറ്റും ബന്ധപ്പെട്ടവരും ഇവിടെയുള്ള മറ്റ് അഭ്യുദയകാംക്ഷികളായ ആളുകൾ 1,00,000 കൊടുക്കാൻ തയ്യാറ്, 1000 കൊടുക്കാൻ തയ്യാറ്, 100 കൊടുക്കാൻ തയ്യാറ്, എല്ലാ തയ്യാറുള്ള ആളുകളും വന്നാൽ ഇത് മുന്നോട്ട് പോകും. അതിലേറെ ഉയർച്ചയിൽ എത്തിക്കാനും നമുക്ക് കഴിയും. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഇതിനു വേണ്ടി ആരാണോ ആദ്യം മുന്നോട്ട് വന്നത്, വസാബിഖൂനൽ അവ്വലൂൻ, ആരാണ് ആദ്യം മുന്നോട്ട് വന്നത് അവർക്കാണ് ഏറ്റവും വലിയ കൂലി കിട്ടുക എന്ന് അള്ളാഹു തആല തന്നെ പറഞ്ഞതാണ്. അള്ളാഹു സഹായിക്കുമാറാവട്ടെ. ഈ സ്ഥാപനത്തിന് എല്ലാ നിലയിലും പുരോഗതിയിൽ കൊണ്ടുപോകാൻ CHൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഈ സഹായ നിധികളും ഈ സഹായം മേടിച്ചു കൊടുക്കാനുള്ള പ്രവർത്തകന്മാരും അതിന് നൽകാനുള്ള പ്രവർത്തകന്മാരും അവർക്കൊക്കെ അള്ളാഹു സഹായിക്കുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ 2 വാക്ക് എന്ന് പറഞ്ഞത് 4 വാക്കായി. അള്ളാഹു തആല സഹായിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വീട് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ പാണക്കാട് സെയ്ദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളവരുടെ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. കാസർഗോഡ് CH സെൻ്റർ കഴിഞ്ഞ ചുരുങ്ങിയ കാലം കൊണ്ട് അത്ഭുതം സൃഷ്ടിച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. അതിന് സർവശക്തനായ അല്ലാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് അല്ലാഹു പ്രാർത്ഥിക്കുന്നു. ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും സംസ്ഥാന മുസ്ലിം കമ്മിറ്റികളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട അധ്യക്ഷൻ ബഹുമാനപ്പെട്ട തങ്ങൾ, ബഹുമാനപ്പെട്ട ഹാസിയാർ, മറ്റു നേതാക്കന്മാർ, സംസാരത്തിന് തീരെ പ്രസക്തിയില്ലാത്ത ഒരു സമയമാണ്. എങ്കിലും കാസർഗോഡ് CH സെൻ്ററിൻ്റെ അതിൻ്റെ പ്രയാണ രീതിയിലെ ആദ്യത്തെ നാഴികക്കല്ലാണ് ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്നേഹങ്ങൾ. തീർച്ചയായും ഇനിയും നല്ല പ്രവർത്തനങ്ങൾ സമൂഹത്തിലെ ആശ്രയമറ്റവർക്കും ആലംബഹീനർക്കും നല്ല സഹായം ചെയ്യാനുള്ള പുതിയ സംരംഭങ്ങൾ നടത്താൻ ഈ കാസർഗോഡ് CH സെൻ്ററിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതിന് നേതൃത്വം നൽകുന്ന അബ്ദുൽ ലത്തീഫ് സാഹിബ്,
കന്നി അബൂബക്കറാച്ചി, അതുപോലെ തന്നെ മാവിൻകലോട്ട്, ദുൽഖരീം കോളിയാട് അടക്കമുള്ള എല്ലാ ഭാരവാഹികൾക്കും അഭിവാദ്യങ്ങൾ നേർന്നു എൻ്റെ വാക്കുകൾ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എടുത്ത ഒരു തീരുമാനം, അത് ഏറ്റവും ഉചിതമായ ഒരു ഘട്ടത്തിലാണ് ഉണ്ടായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തീർച്ചയായും നമ്മുടെ ഒരുപാട് സഹോദരന്മാർ വിവിധ മതസംഘടനകൾ നടത്തുന്ന ഇതുപോലുള്ള അഭയകേന്ദ്രങ്ങളിലെത്തി സെമിത്തേരിയിലും ശ്മശാനങ്ങളിലും അടക്കം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി തീർച്ചയായും നമ്മുടെ സമുദായത്തിലെ അവസരം അനുഭവിക്കുന്ന ജനവിഭാഗത്തിന് പ്രയോജനകരമായ രീതിയിലാണ് ഈ സ്നേഹവീട് ഒരുക്കിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ അടിയന്തരമായ നടപടികൾ സ്വീകരിച്ച് ഇത് യഥാർത്ഥമാക്കിയ കാസർഗോഡ് CH സെൻ്ററിൻ്റെ ഭാരവാഹികളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുവസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭാരവാഹി CH സെൻ്ററിൻ്റെ ഭാരവാഹികളെ, പ്രിയമുള്ള സഹോദരന്മാരെ, ഈ സംരംഭത്തിന് കാസർഗോഡ് മണ്ഡല മുസ്ലിം ലീഗിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ജയ് ഹിന്ദ്. മാഷാ അല്ലാഹ്, അറ്റ്ലീസ്റ്റ് ഈ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയതിൻ്റെ പേരിൽ ഭാഗ്യമായിട്ട് കണക്കൂട്ടുന്നത്. അൽഹംദുലില്ലാഹ്, CH സെൻ്റർ തുടങ്ങി ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലിയൊരു പരിപാടി നടത്താൻ സാധിച്ചു. തീർച്ചയായിട്ടും ഈ നാട്ടുകാരുടെയും വിദേശത്തുള്ള MCC പോലുള്ള സംഘടനകളെയും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങളിൽ നിന്ന് എന്താണോ ആവശ്യമുള്ളത് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഇൻഷാ അല്ലാഹ്. ഇതിൻ്റെ പ്രതിഫലം നാളെ അവരിലേക്ക് നമ്മുടെ കർത്താവ് എത്തിച്ചു തരട്ടെ. സൗദി KMCCയുടെ എല്ലാവിധ ആശംസകളും നേർന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ഉദ്ഘാടന പരിപാടി ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു. നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.